അങ്ങനെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരികയാണ്. അതെ, ദൃശ്യം ഫ്രാഞ്ചൈസി സീരീസിലെ ദൃശ്യം 3 അനൗൺസ്മെൻറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ദൃശ്യം 3 കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗംഭീര ഹൈപ്പ് തന്നെ ഇനി ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ദൃശ്യം 2 OTT-ലായിരുന്നു റിലീസ് ചെയ്തത്. OTT-ൽ റിലീസ് ചെയ്ത സമയം OTT-ൽ കണ്ട എല്ലാവരും ഈ ചിത്രം ദൃശ്യം 2 എന്തായാലും തിയേറ്ററിക്കൽ റിലീസായിരുന്നു ഡിമാൻഡ് ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമായിരുന്നു ദൃശ്യം 2. ജിത്തു ജോസഫിൻ്റെ തിരക്കഥയിലൊരുങ്ങിയ സംവിധാനത്തിലൊരുങ്ങിയ ദൃശ്യം സീരീസിൻ്റെ അടുത്ത പാർട്ട് ദൃശ്യം 3 വൈകാതെ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ച് ഈ കൊല്ലം അവസാനത്തോടുകൂടി ചിത്രം തിയേറ്ററുകളിലെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ആശീർവാദിൻ്റെ 25ാം വാർഷികവും എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ടീസർ ലോഞ്ചും അതിനോടനുബന്ധിച്ച് തന്നെ ദൃശ്യം 3 അനൗൺസ്മെൻറ്റും ഉണ്ടാവുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അന്നുണ്ടായില്ല. പകരം ലാലേട്ടനും ജിത്തുവും ആൻ്റണിയും കൺഫേം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒരേപോലെയുള്ള പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ദൃശ്യം 3 കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ക്ലാസിക് ക്രിമിനൽ വീണ്ടും വരികയാണ് പുതിയ ദൗത്യവുമായി. രക്ഷപ്പെടലിൻ്റെ എങ്ങനെ ഒരു കുറ്റവാളി ഒരു കേസിൽ നിന്ന് ബ്രില്യൻ്റായി രക്ഷപ്പെടുന്നു എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്ന, തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ താൻ ചെയ്തു പോയ ഒരു കുറ്റത്തെ എങ്ങനെ മറച്ചു വെക്കാമെന്ന് കാണിച്ചു തന്ന ദൃശ്യം 3 ദ ക്ലാസിക് ക്രിമിനൽ ജോർജ് കുട്ടി വീണ്ടും വരികയായി.